നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെയിന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യമായി നടത്തപ്പെടുന്ന 50 ദിവസത്തെ നോമ്പ് ധ്യാനത്തിലെ 16-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യം. നീതിമാന്മാരെ അല്ല, പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിപ്പാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നോമ്പുകാലം നമ്മെ ഭക്ഷണത്തിൽ നിന്ന് മാത്രം വിട്ടുനിൽക്കാൻ വിളിക്കുന്ന കാലമല്ല. ഇത് നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള വിശുദ്ധ യാത്രയാണ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നത് പരിപൂർണരായവരെ തേടിയതല്ല, വീണുപോയ മനുഷ്യരെ ഉയർത്തുവാനാണ്. അതുകൊണ്ട് നോമ്പ് വിശുദ്ധന്മാർക്കുള്ള കാലമല്ല, മറിച്ച് ദൈവത്തിലേക്ക് തിരികെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും യാത്രയാണ്. ഈ സത്യത്തെ തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു പൂർവ്വ പിതാവിന്റെ ജീവിതകഥ നമുക്ക് കേൾക്കാം. AD 330 കാലങ്ങളിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് മോസസ് ദി ബ്ലാക്ക്. മോശെ തന്റെ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളിൽ ക്രൂരനും അക്രമിയുമായിരുന്നു. കള്ളന്മാരുടെ സംഘത്തെ നയിച്ചിരുന്നവൻ. കോപവും പ്രതികാരവുമായിരുന്നു അവന്റെ ജീവിതത്തിന്റെ അടയാളങ്ങൾ. ആളുകൾ അവനെ കണ്ടാൽ വഴിമാറി നടക്കുമായിരുന്നു. ഒരു ദിവസം കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ അവൻ ഈജിപ്തിലെ മരുഭൂമിയിലെ ഒരു സന്യാസി മഠത്തിൽ എത്തിപ്പെട്ടു. അവൻ പ്രതീക്ഷിച്ചത് ശിക്ഷയും നിരാകരണവും ആയിരുന്നു. പക്ഷെ അവിടെ അവനെ കാത്തിരുന്നത് അതിന് വിപരീതമായിരുന്നു. നിശബ്ദമായ സ്വീകരണവും സ്നേഹവും. സന്യാസിമാർ അവന്റെ പഴയ ജീവിതം ചോദിച്ചില്ല, അവനെ കുറ്റപ്പെടുത്തിയില്ല, മറിച്ച് ഭക്ഷണം നൽകി വിശ്രമിക്കാൻ അനുവദിച്ചു. ആ സ്നേഹമാണ് അവന്റെ ഹൃദയത്തിൽ ആദ്യമായി ഒരു ചോദ്യം ഉയർന്നത്: ഇങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമോ? വർഷങ്ങൾക്ക് ശേഷം അവൻ സമാധാനത്തിന്റെ മനുഷ്യനായി. മഠത്തെ ആക്രമിച്ച കള്ളന്മാർക്കെതിരെ പോലും അവൻ പ്രതികാരം ചെയ്തു. പ്രിയമുള്ളവരെ, നോമ്പ് കാലത്തിൽ നാം പലപ്പോഴും നമ്മുടെ ബലഹീനതകളെ കാണുമ്പോൾ നിരാശപ്പെടരുത്. ദൈവം നമ്മെ പെട്ടെന്ന് പൂർണ്ണരാക്കുന്നില്ല, അവൻ നമ്മെ പതുക്കെ രൂപപ്പെടുത്തുന്നു. കർത്താവ് നീതിമാന്മാരെ അല്ല, പാപികളെയാണ് മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നത്. മോശയെ മാറ്റിയ അതേ കൃപ ഇന്നും നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നു. ആ കൃപ നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു.